മതം മാറിയാൽ ന്യൂനപക്ഷ പദവി തരമാക്കാം. ന്യൂനപക്ഷ പദവി തരാക്കിയാൽ 50 ലക്ഷം രൂപ കിട്ടും സ്കൂൾ നടത്താൻ. ഒരു വർഷം 50 ലക്ഷം രൂപ. അടുത്ത 1 കോടി എത്ര കൊടുക്കുന്നത്? ലാഭല്ലേ? അപ്പൊ അരി കൊടുത്തും പയറ് കൊടുത്തും മാറ്റണ കഥ എവിടെ ഇരിക്കട്ടെ. സർക്കാർ ലക്ഷങ്ങൾ കൊടുത്തിട്ടാ മാറ്റുന്നത് മതം. സർക്കാർ കൊടുക്കുന്നത് ലക്ഷങ്ങൾ. മാനേജർ പോയി മതം മാറുക. പഠിക്കണ ന്യൂനപക്ഷ കുട്ടികളുടെ എണ്ണം നോക്കിയല്ല, മാനേജറുടെ മതം നോക്കിയാ ന്യൂനപക്ഷ പദവി. മാനേജറുടെ മതം നോക്കി മാത്രമാണ് ന്യൂനപക്ഷ പദവി. പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം നോക്കിയിട്ടല്ല. ഇപ്പൊ 3500 മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന എന്റെ വിദ്യാലയം ന്യൂനപക്ഷ പദവി കിട്ടില്ല. കാരണം മാനേജർ ഹിന്ദുവാണ്, ന്യൂനപക്ഷ പദവി കിട്ടില്ല. പക്ഷെ മാനേജർ മുസ്ലിം ആണെങ്കിൽ, മാനേജർ ക്രിസ്ത്യാനി ആണെങ്കിൽ ന്യൂനപക്ഷ പദവി കിട്ടിയിരിക്കും. 50 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന്. ലാഭമോ നഷ്ടമോ ചിന്തിക്കുക. അപ്പോ അടിമുടി പരിഷ്കരണം ആവശ്യമാണ്. അതിനുള്ള ഇച്ഛാശക്തി, ആത്മവിശ്വാസം, ദൃഢനിശ്ചയം ഇത് നമ്മളിൽ ഉണ്ടാകണം. ഇനിയും ആർക്കും മുന്നിൽ അഭിനയിക്കരുത്. ഹിന്ദുവായി ജനിച്ചെങ്കിൽ അത് ദൈവനിശ്ചയമാണ്. ഹിന്ദുവായി ജനിച്ചെങ്കിൽ ദൈവനിശ്ചയമാണ്. ആരുടെ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള അവകാശം നമുക്കില്ല. അത് നിശ്ചയിച്ചത് ദൈവമാണ്. പക്ഷെ ഹിന്ദുവിൽ നിന്ന് മതം മാറിപ്പോയെങ്കിൽ അത് ദൈവനിശ്ചയമല്ല, അത് മനുഷ്യന്റെ തീരുമാനമാണ്. ആരുടെ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്ന് തീരുമാനിച്ചത് ദൈവമാണ്, അത് ദൈവനിശ്ചയമാണ്. ആ ദൈവനിശ്ചയത്തെ മറികടന്നുകൊണ്ടാണ് പണത്തിന്റെയും അധികാരത്തിന്റെയും മുമ്പില് മതം മാറ്റിക്കൊണ്ടുപോകുന്നത്. അതിനെ നമുക്ക് എതിർക്കാം. എന്നാൽ ദൈവനിശ്ചയമാണ് നടക്കേണ്ടത്. മതപരമായ കാര്യങ്ങളിൽ ദൈവനിശ്ചയമാണ് നടക്കേണ്ടത്. മുസ്ലിമോ ക്രിസ്ത്യാനിയുമായി ജനിച്ചവരെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല തിരിച്ചു മാറ്റിക്കൊണ്ടുവരാന്. വല്ലാതെ കളിച്ചാൽ നേരത്തെ പറഞ്ഞവരെ നമ്മുടെ പഴയ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരും. അതിന് സംശയമൊന്നും വേണ്ട. ഇനി അടുത്ത ആസൂത്രണമൊക്കെ അത് തന്നെയാണ്. അതൊന്നല്ലാതെ വെറും പ്രസംഗത്തിൽ കൂടി ഒന്നും നമുക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ്. ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് ഇന്റർ റിലീജിയസ് ടോക്കിൽ പങ്കെടുത്തതാണ് ഞാന്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ സഭകളുടെയും പിതാക്കന്മാരും ഞങ്ങൾ ഒരേ വേദിക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചതാണ്. അത് പരസ്യമായി പത്രപ്രസ്താവന നടത്തിയതാണ്. ഞങ്ങൾ മതം മാറ്റത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഈ ക്രിസ്തീയ സഭാ മേധാവികൾ ഹൈന്ദവ സംഘടനകളുമായി ഇരുന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ 2 വിഭാഗവും ഒരുമിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പരസ്യമായി സമ്മതിച്ചതാണ്. ഞങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തില്ല. ആ വാക്കുകൾ ആത്മാർത്ഥമാണെങ്കിൽ അത് കാണേണ്ടത് ഇവിടെയാണ്. അപ്പൊ ചോദ്യം വരും, നിങ്ങളുടെ മതം നന്നം കിട്ടുപോവോ? നല്ല മതം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? അപ്പുറത്ത് നല്ല മതം ഉണ്ടാവുന്നതല്ലേ പോണത്. മനുഷ്യന് സ്വാതന്ത്ര്യമില്ലേ? പ്രായപൂർത്തിയായവർക്ക് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഈ ഒരു കടയിൽ വില കൂടുതലാണ്, മോശം സാധനം കൊടുക്കണമെങ്കിൽ അവിടെ തന്നെ വാങ്ങിക്കൊള്ളുന്നുണ്ടോ? അപ്പുറത്തെ കടയിൽ പോയി വാങ്ങിച്ചൂടെ? ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ നിറയെ കേൾക്കണ്ട. മതം മാറ്റമല്ല, മനം മാറ്റമാണ് നടക്കുന്നത്. അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. ക്രിസ്തുവിന്റെ മഹത്വവും അല്ലെ സാഹോദര്യവും മറ്റേ ഇസ്ലാമിന്റെ ചോദ്യങ്ങൾ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. ആയിക്കോട്ടെ, നമ്മളിവിടെ ആട് തേക്ക മാഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയി മുടിച്ചു വരില്ലേ? എന്തായിരുന്നു അവരുടെയൊക്കെ പ്രതീക്ഷ? എന്തൊക്കെയായിരുന്നു അവരോട് പറഞ്ഞിരുന്നത്? നിങ്ങൾ ഒരു ആട്ടിൻകുട്ടിയുടെ കാശ് മുടക്കിയാൽ മതി, തമിഴ്നാട്ടിലെ ആട്ടിൻകുട്ടിയെ വാങ്ങും, അത് വളരും, അത് പ്രസവിക്കും, അത്ര കുട്ടിയെ പ്രസവിക്കും. ആ കുട്ടികളൊക്കെ പിന്നെയും വളരും, അത്ര കുട്ടിയെ പ്രസവിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇത്ര കാശ് കിട്ടും. എന്തേ കിട്ടിയെ? കാത്തിരുന്നവന് എന്താ കിട്ടിയേ? ഇതേമാതിരി ഇങ്ങനെ തേക്കെന്തയും കാശ് കൊടുത്താൽ മതി എന്നാണ്. നിങ്ങൾക്ക് തേക്കും കാതലിന്റെ കാശായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. എത്ര കാശ് മലയാളിയുടെ പോയി? ആട്, തേക്ക്, മാഞ്ചിയം അല്ലെ? അതിൽ ഇറക്കിയവന്റെ വായനാവ് കേട്ട എന്തായിരുന്നു? ഇറക്കിച്ചോനൊക്കെ വലിയ ഭാഷയിലാണ് ഡിപ്പോസിറ്റ് ചെയ്തവരും പറയാ. ബാങ്കിലേക്കൊക്കെ കൊണ്ടിട്ട് നിങ്ങൾ പൊട്ടന്മാരാ, ബാങ്കിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ വല്ല 8% പലിശ കിട്ടും. ആ നേരം കൊണ്ട് നിങ്ങൾ തേക്കിന് മുടക്കും, ആ നേരം കൊണ്ട് നിങ്ങൾ മാഞ്ചിയത്തിന് മുടക്കും. കാരണം അവനോണ്ടേ പോയി മറ്റേ കുറുക്കന്റെ വാല് കുറഞ്ഞ കുറുക്കൻ എല്ലാവരെയും മുറിപ്പിക്കണം, മറ്റേ നടന്ന് മുറിപ്പിച്ചു. അവസാനം ഒക്കെ കൂടി 8 നിലയെ പൊട്ടി, എല്ലാം കൂടി 8 നിലയെ പൊട്ടി. എന്തായിരുന്നു വർത്തമാനം? പഠിച്ചു മലയാളി? ഇല്ല. അത് കഴിഞ്ഞപ്പോ മണി ചെയിൻ വന്നു. മൂന്നാളെ ചേർക്ക. എന്നിട്ട് ഇങ്ങനെ ഇരുന്നാ മതി, എങ്ങനെ വന്നു. പ്രതീക്ഷകളൊക്കെ കരിഞ്ഞ മണാ വന്നത്. അതിന്റെയൊക്കെ പ്രൊമോട്ടർമാരൊക്കെ വീട്ടിൽ വന്ന് വർത്തമാനം പറഞ്ഞിട്ട് നമ്മളെ വീട് വിറ്റാൽ ഡിപ്പോസിറ്റ്, നമ്മൾ ഇരിക്കണ വീട് വിറ്റിട്ടാണെങ്കിൽ അതിന് ഡിപ്പോസിറ്റ് ഇങ്ങനെ കിട്ടാനുള്ളത് ലക്ഷങ്ങളും കോടികളുമാണ്. അതിന്റെ ജാതകത്തെ വരിക. കഴിക്കുന്ന ഓണറൊക്കെ കെട്ടിത്തൂക്കില്ലേ, ഞാൻ ഇന്ന ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഞാൻ ഇതിന്റെ പിന്നാലെ വന്നത് ഞാൻ മാസം 35,000 രൂപ ഞാൻ വെറുതെ ഇരുന്ന് സമ്പാദിക്കുന്നുണ്ട്. ഇതുപോലെ ഈ വരുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് മാറി
ഓരോരുത്തരും ഇങ്ങനെ ആട് തേക്ക് മാഞ്ചിയും കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിയാൽ അറിയാം, മണി മാർക്കറ്റിംഗ് കുറച്ച് കഴിഞ്ഞ് മണിച്ചയും കുറച്ച് കഴിഞ്ഞാൽ പൊട്ടിയാൽ അറിയാം. ഈ ബ്രഹ്മാണ്ടത്ത് പൊട്ടിയാൽ അറിയില്ലല്ലോ, കാരണം ചത്തനെ ശേഷം ആർക്കും തിരിച്ചു വരാൻ വയ്യല്ലോ. അതുകൊണ്ട് ഈ കച്ചവടത്തിന് ഇതുവരെ വഞ്ചനാക്കുറ്റി ആരോപിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മരിച്ചാരെങ്കിലും തിരിച്ചു വരണ്ടേ? ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇന്നത് കിട്ടിയില്ല. തിരിച്ചു വരാത്തോടത്തോളം കാലം ഇവരൊക്കെ സുരക്ഷിതരാണ്, ഇവർക്കെതിരെ വഞ്ചന കേസ് കൂല്ല. അല്ലെങ്കിൽ ആട് തേക്ക് മാഞ്ചിയ മണിച്ചയും പോണതിന്റെ മുമ്പ് അഴിക്കുള്ളിൽ പോയി കിടക്കേണ്ടത് ഇവരാ. എന്തെങ്കിലും സത്യസന്ധമായ വാക്കുകളാണോ പറയുന്നത്? ഈ മതങ്ങൾ എന്താ ടെസ്റ്റ് ട്യൂബിലിട്ട് തെളിയിക്കാൻ പറ്റുമോ ഏത് മത ശ്രേഷ്ഠമെന്ന്? ഹിന്ദുമതമാണോ? ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം ഹിന്ദുമതം, മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ അല്പം ക്രിസ്തുമതം, അല്ലേ? കുറച്ച് കഴിഞ്ഞാൽ പുക വരും, അങ്ങനെ വല്ലതും ഉണ്ടോ? ഏതെങ്കിലും മതം ശാസ്ത്രീയമായി തെളിയിച്ചാണോ ഈ പറയുന്നത്? അതുകൊണ്ട് തന്നെ നമുക്ക് എതിർക്കാം. അതുകൊണ്ട് തന്നെ തെറിക്കുത്തരം മുറിപ്പത്തരം എന്ന നിലയിൽ തിരിച്ച് അതേ പ്രചരണം നടത്താനുള്ള ബാധ്യതയും അവകാശവും നമുക്കുണ്ട്. കാരണം ഇതൊന്നും സത്യസന്ധമായ പ്രചരണമല്ല, യുക്തിക്ക് നിരക്കുന്നതല്ല. അവിടെ പോയി തിരിച്ചു വന്ന ഒരാൾ വരട്ടെ, ഹിന്ദുക്കളായവരൊക്കെ നരകത്തിലാ പോണെന്ന്, അന്ന് ഞാൻ ക്രിസ്ത്യാനിയാവും, അല്ലെങ്കിൽ അന്ന് മുസ്ലിമാവും. പോയവര് തിരിച്ചു വരണം, കാര്യകാരണ സഹിതം വരെ വരണം. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ഇവരെക്കാൾ വിവരം നമ്മുടെ ഋഷീശ്വരന്മാർക്കില്ലേ? മൂക്കിനപ്പുറം കാണാൻ ശേഷിയില്ലാത്ത ഇവരെക്കാൾ വിവരം സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് തൂലിക ചലിപ്പിച്ച് നമ്മുടെ ഋഷീശ്വരന്മാർക്കില്ലേ? അവർക്കൊരു സ്വാർത്ഥതയില്ലാതെ എഴുതി വെച്ചതല്ലേ, അത് അസത്യമാകുമോ? വേദങ്ങളും ഇതിഹാസവും പുരാണവും അതുപോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ എഴുതിയവർ സ്വന്തം പേര് പോലും എഴുതിയിട്ടില്ല. അവർക്കൊരു സ്വാർത്ഥ ലക്ഷ്യമില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, ആ വാക്കുകളിലാണോ സത്യം ഇരിക്കുന്നത്? അതോ നിങ്ങളെ മാറ്റിയാൽ കിട്ടുന്ന കാശ് പോക്കറ്റിലിടാൻ നടക്കുന്ന മതം മാറ്റക്കാരുടെ വാക്കുകളിലാണോ സത്യം ഇരിക്കുന്നത്? ഇവർക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഋഷീശ്വരന്മാർക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തിനാ വാക്കുകളെ അവിശ്വസിക്കണം? നമ്മൾ എന്തിന് നമ്മുടെ ചെവിയിൽ വന്ന് ചെവിയിൽ ഉറുപ്പ് പോയ പോലെ പറയുന്ന ഇത്തരം വാക്കുകളെ? അപ്പൊ സമാജം ശക്തമാവുക തന്നെയാണ് ഇതിലൊക്കെയുള്ള മരുന്ന്, നമുക്ക് അറിവുണ്ടാവുക. കുറെയൊക്കെ മാറ്റം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നാളെ സംസ്ഥാന സമ്മേളനത്തില് നമ്മുടെ ഗോപാലകൃഷ്ണൻ ഒരു ഉദാഹരണം പറഞ്ഞു. അത്ര ഉദാഹരണം നമ്മൾ പല ഭാഗങ്ങളിലും കേൾക്കുന്നുണ്ട്. ഒരു ഹിന്ദുക്കൾ മാത്രം തിങ്ങി പറക്കുന്ന ഒരു മേഖല, അവിടെ ഒരു പാസ്റ്റർ വന്നിട്ട് മതം മാറ്റ പ്രവർത്തനങ്ങൾ വീട് വിടാന്തരം ചെല്ലുക, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചാൽ ഇവർക്ക് നോ എന്ന് പറയാൻ വയ്യ. പ്രാർത്ഥിച്ചോട്ടെ, ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കുക. ആർക്കെങ്കിലും പ്രാർത്ഥിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? അവിടെ കയറും, പ്രാർത്ഥിക്കും. അവസാനം ഇതിനൊരു അവസാനം വേണ്ടേ? അവിടുത്തെ കുറച്ച് അമ്മമാര് സംഘടിച്ചു, ഒരു 8-10 അമ്മമാര്. അവരൊരു ദിവസം ഒരു നല്ല ഭംഗിയുടെ ശ്രീകൃഷ്ണ വിഗ്രഹമൊക്കെ എടുത്തു. എന്നിട്ട് നേരെ ഒരു 8-10 ആള് ചേർന്ന് പാസ്റ്ററുടെ വീട്ടിലേക്കാണ് ചെന്നു. കൃഷ്ണയ്ക്ക് ഇങ്ങനെ ഒരു കവറിലാക്കി വെച്ചു, ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് വെച്ചു. പാസ്റ്റർക്ക് ഉണ്ടായ സന്തോഷം കണ്ടോ, ഞാൻ വീട്ടിൽ ചെന്നതിന് ഫലിച്ചു. ഇങ്ങോട്ട് തേടി വരൽ തുടങ്ങിയ ആൾക്കാരെന്ന് വരൂ പ്രാർത്ഥിക്കാന്ന്. അവിടെ ഇരുന്നു. ഇവര് വേഗം കവറൊക്കെ കഴിച്ച് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം അവിടെ വെച്ചു. അങ്ങോട്ട് തുടങ്ങി ഹരേ രാമ. ഇതിവിടെ പാടില്ല പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടേതല്ലാത്ത പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വന്ന് നടത്തി, ഞങ്ങൾ സഹിച്ചില്ലേ? അതുപോലെ ഞങ്ങൾ ഇതിവിടെ നടത്തുമ്പോൾ നിങ്ങൾ സഹിച്ചേ പറ്റൂ. ഒരു പാലട്ടാൻ ഇങ്ങോട്ടും അങ്ങോട്ടും കിടക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലും വന്ന് പ്രാർത്ഥിക്കാം. അത് ആ കാലയളവില് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മളിൽ വരുന്ന മാറ്റമാണ്. നമ്മളിൽ വരുന്ന മാറ്റം ഇത് ഒന്നൊന്നുമല്ല. ബാംഗ്ലൂരിൽ ഒരു പാവം വീട്ടമ്മ, ഭർത്താവ് മരിച്ചു, വലിയ വ്യവസായിയായിരുന്നവര്, ഭർത്താവ് മരിച്ചു. പക്ഷെ തളരാതെ അവരാ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോയി. ഭർത്താവ് ഏറ്റെടുത്ത് നടത്തിയിരുന്നത് അതിന് ധീരമായി മുന്നോട്ട് കൊണ്ടുപോയി. 2 മക്കളെയും വളർത്തി. ഭർത്താവിന്റെ ഫ്രണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ളൊരു പാസ്റ്റർ അവിടെ ആ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു. ഒരു ദിവസം എന്നും വരും, ഭർത്താവ് മരിച്ചപ്പോഴും വരും. ഒരു ദിവസം ഇദ്ദേഹം വന്നിട്ട് ഒരാഴ്ചയോളം ആയി പറഞ്ഞു മതമാറ്റത്തെ പറ്റി സംസാരിക്കും. അപ്പൊ ഈ സ്ത്രീ ധൈര്യമായി പറഞ്ഞു, ഞാൻ ജനിച്ചത് ഹിന്ദുമതത്തിലാണ്, എന്റെ വിവാഹം കഴിഞ്ഞത് ഹിന്ദുമതത്തിലാണ്, എന്റെ ഭർത്താവിനെ അടക്കിയത് ഹിന്ദുമത പ്രകാരമാണ്, ഇനി അതിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ലായിരുന്നു. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇയാളൊരു CD കൊണ്ടുവന്നു. ചേച്ചി ഈ CD ഒന്ന് കാണും, നാളെ ഞാൻ വിളിക്കാം, അപ്പ പറയണം. ഇയാൾ പോയപ്പോ ഈ CD ഇട്ടപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന കഥ. ഈ വീട്ടിലുള്ള സ്വാതന്ത്ര്യം ദുസ്വാതന്ത്ര്യമായി ഉപയോഗിച്ച് എങ്ങനെയോ ഒളി ക്യാമറ എന്തോ വെച്ച് ഈ ചേച്ചിയുടെ നഗ്ന ചിത്രങ്ങളായിരുന്നു ആ CD-ക്കകത്തുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് നാളെ ഞാൻ വിളിക്കുമ്പോ പറയണം എന്ന് പറഞ്ഞാല് മതം മാറിയില്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു. ഒരുതരം ബ്ലാക്ക് മെയിലിംഗ്. അവർ 1-2 സീനെ കണ്ടുള്ളൂ. CD എടുത്തു, പാക്ക് ചെയ്തു, സീൽ ചെയ്തു. വണ്ടി സ്വയം ഡ്രൈവ് ചെയ്യാൻ അറിയാം, വണ്ടി ഓടിച്ചു, സ്ഥലം SP-യുടെ അടുത്ത് നിന്ന് ഈ കവർ അങ്ങോട്ട് കൈമാറി. ഇത് എന്റെ കൊള്ളരുതാത്ത ചിത്രങ്ങളാണ്, എന്റെ വീട്ടിലെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു പാസ്റ്റർ ചെയ്തതാണ്, എനിക്ക് നീതി കിട്ടണം എന്ന് പറഞ്ഞൊരു പരാതി രേഖപ്പെടുത്തി പോകും. അന്ന് മുങ്ങിയ പാസ്റ്റർ ഇന്ന് വരെ ബാംഗ്ലൂർക്ക് ചെന്നിട്ടില്ല. നേരെ മറ്റാസ്ത്രീ വഴങ്ങിയിരുന്നതിന്റെ കഥ ആലോചിക്കുക. അപ്പൊ കുറച്ചൊക്കെ ഇന്ന് നമ്മുടെ സമാജം സജ്ജമായി വരുന്നുണ്ട്.
അത് കാലഘട്ടം ആക്കുകയാണ്. ആവാണ്ട പറ്റുമോ നമ്മൾ ചിന്തിക്കുക. ഇവിടെ വളരെ സന്തോഷം തോന്നി. ആളുകൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വന്നിട്ട് ഫ്രണ്ട് റോ ഒക്കെ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അല്ലേ. പല സ്ഥലത്തും അങ്ങനെയല്ല. ഫ്രണ്ട് റോ ആണ് ഒഴിച്ചത്. ആരോ വിഐപികൾ വരാണ്ട് എന്നുള്ള നിലയ്ക്ക് വരുന്നോ പുറകോട്ടാ പോകും. അപ്പൊ പലപ്പോഴും തോന്നാറുണ്ട് ഇതെന്ത് ഇങ്ങനെയായിരുന്നു, നമ്മുടെ രീതി ഇതല്ലല്ലോ എന്ന്. കാരണം നമ്മള് രാമായണ കഥയില് ഹനുമാൻ രാവണന്റെ മുന്നിലെത്തുന്ന രംഗം നമുക്കൊക്കെ അറിയാലോ. സീതാന്വേഷണാർത്ഥം ബന്ധനസ്ഥനായ രാവണന്റെ മുന്നിലെത്തുക. ഒരു വെറും കുട്ടിക്കൊരങ്ങനായിട്ടാ ചെയ്യുക. അരക്കി കൊടുത്തിട്ട് ചാടിക്കളിക്കടാ കുഞ്ചിരാമ, ആടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ അതിന് പട്ടണ കുളത്തിലാ കൊണ്ടുപോകാം. അവിടെ ചെന്നപ്പോ അരമ്പല കൊണ്ട് നിർത്തിയേ രാവണന്റെ മുമ്പില് 10 തല 20 കയ്യ് ആയിട്ട് അങ്ങനെ ഇരിക്കുക. ഉയർന്ന സിംഹാസനത്തിൽ അട്ടഹാസവും ചന്ദ്രഹാസവും ഒക്കെ ആയിട്ട് ഇരിക്കുക. ആരും കണ്ടാ പരിഗണിക്കും. ഒന്നേ നോക്കുള്ളൂ. ഹനുമാന് വേണമെങ്കിൽ പറയാൻ കൊരങ്ങനല്ലേ, ചാട്ടത്ത് പഴക്കതാ, ഞാൻ വിട്ടു വന്നതല്ലാതെ. കാരണം ഇത് എന്തോ ഒരു സാധനം ഇരിക്കുന്നത്, ഇതിന്റെ മുന്നിൽ എന്ത് പറയാനാ, എന്ത് ചെയ്യാനാ, ഞാൻ ഇത് വന്നതേ അല്ല എന്ന് പറയാം. പക്ഷേ ഹനുമാൻ അത് പറ്റില്ല. ഹനുമാൻ അങ്ങനെ ഒന്ന് നോക്കി. ഇയാൾക്ക് 10 തലി 20 കൈ ഉണ്ടാവും. ആർക്ക് ചേരും? അയാളുടെ കഷ്ടകാലത്ത് എങ്ങനെയാ കട്ടുമ്പോ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാൻ? മനുഷ്യന് ഒരു തലയും 2 കൈയും കാലും വെച്ചിരുന്ന തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാൻ വയ്യ. ഈ 10 തലി 20 കൈയും സ്ത്രീ സത്വം എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കൂല്ലേ? എനിക്ക് എന്തിന്റെ കുറവാണത്? ഇയാള് രാക്ഷസ രാജാവാം, രംഗാധിപനാകാം. എനിക്ക് എന്തിന്റെ കുറവാണുള്ളത്? ഞാൻ ശ്രീരാമദൂതനാണ്, ശ്രീരാമ ഭക്തനാണ്. ശ്രീരാമദൂതനാണ്, ശ്രീരാമ ഭക്തനാണ്. എനിക്ക് എന്തിന്റെ കുറവുള്ള? ഞാൻ ഇയാൾക്ക് തുല്യമാണ്. ഞാൻ ഇയാൾക്ക് തുല്യ. ആരാ സിംഹാസനം കൊണ്ടു കൊടുക്കാറിലും കൊണ്ടു കൊടുക്കുവോ? ആരും കൊണ്ടു കൊടുക്കാനൊന്നും കാത്തില്ല. മൂപ്പര് സ്വന്തം വാലങ്ങട് നീട്ടി മടഞ്ഞ് ഒരു സിംഹാസനം ഉണ്ടാക്കി അതിന്റെ മോളിൽ കയറിയായിരുന്നു. അമ്പട ഞാനേ ഇനി വർത്തമാനം പറയാം. ഇപ്പൊ നമ്മൾ തുല്യരായി. അങ്ങനെ സിംഹാസനം കിട്ടാത്തിടത്ത് കൊടുക്കാത്തിടത്ത് വാല് മടഞ്ഞെങ്കിലും ഒരു സിംഹാസനം ഉണ്ടാക്കി ഒപ്പത്തിനൊപ്പം ഇരിക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. മുമ്പിലൊക്കെ വേറെ ആരെങ്കിലും ഇരുന്നോട്ടെ, ഞങ്ങൾ അതിനൊന്നും ഇല്ല. അല്ല, ഞങ്ങൾ ഇന്നവരാണ്. നമുക്ക് അഭിമാനമാണ് വലുത്. അഭിമാനമുണ്ടവനെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. രാമദൂതനാണ്, രാമഭക്തനാണ്. ഹനുമാന്റെ ഏറ്റവും വലിയ അഭിമാനം അതായിരുന്നു. ഒരു പരിധി വരെ അല്ലെ ആരോഗ്യകരമായ അഹങ്കാരം എന്നതിനെ പറയാം. അനാരോഗ്യകരമായ അഹങ്കാരം എന്നല്ല. അത് ഹനുമാനിലുണ്ടായി, നമ്മളിലും ഉണ്ടാകണം. നമ്മൾ പുറകോട്ട് പോകേണ്ടവരല്ല. ആരുടെയും അധിക്ഷേപം കേൾക്കേണ്ടവരല്ല. ആരുടെയും അവഗണന കേൾക്കേണ്ടവരല്ല. ഒരു മതവിശ്വാസവും മേലെയെന്നോ താഴെയെന്നോ ഇല്ല. സഹസ്രാബ്ദങ്ങൾ നിലനിന്ന ഈ ധർമ്മം ലോകത്ത് ശ്രേഷ്ഠമായ ധർമ്മമാണ്. ഒരു രൂപ ചെലവഴിച്ചിട്ടില്ല ഇത് നിലനിർത്താൻ. ഒരാൾ പ്രവർത്തിച്ചിട്ടത് നിലനിർത്താൻ. എന്നിട്ട് നിലനിന്ന് വരികയാണ്. പലതായി ഒഴുകി ഒന്നായി തീർന്നതാണ് നമ്മുടെ പാരമ്പര്യം. ശൈവം ഉണ്ടാകാം, വൈഷ്ണവം ഉണ്ടാകാം, ശാക്തേയം ഉണ്ടാകാം, സാഖ്യമുണ്ട്, കപിലമുണ്ട്, എല്ലാമുണ്ട്, ബൗദ്ധമുണ്ട്, ജൈനമുണ്ട്. ഒരു ഗംഗാപ്രവാഹം പോലെ പല ചാലുകളായി വന്ന് വലിയ വലിയ പ്രവാഹമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇതര ധർമ്മങ്ങളുടെ രീതി അതല്ല. ഒരു പ്രവാചകൻ, ഒരു ഗ്രന്ഥം. പക്ഷെ ഇന്ന് പലതാണ്. പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നായി വന്ന് പലതായി പോവാണ്. നമ്മൾ പലതായി വന്ന് ഒന്നായി നീങ്ങുകയാണ്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ പോലും അറിവില്ലായ്മ കൊണ്ടായിരുന്നു. ഇപ്പൊ അതുപോലും തീർത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇതിന് വ്യത്യാസങ്ങൾ ഉണ്ടാകില്ല. എല്ലാവരും ചേർന്ന് മുന്നോട്ട് പോകും. ഒന്നായി ഒഴുകുന്ന ഗംഗാ പ്രവാഹമാണ്. ഏത് തെറ്റുകളെയും ശരിയാക്കി ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുന്ന ഗംഗാ പ്രവാഹമായി ഒഴുകുമ്പോൾ ഒന്നിൽ നിന്ന് പോന്ന് പലതായി തിരിഞ്ഞ് പരസ്പരം മത്സരം നടത്തുന്നവര് നമുക്ക് ആധ്യാത്മികത ഉപദേശിച്ചു തരേണ്ട. സ്വന്തം ശരീരത്തിനപ്പുറം ആത്മാവിനെ പറ്റി അറിയാത്തവർ നമ്മളെ ആത്മീയത പഠിപ്പിക്കണ്ട. ലോകത്തിന് മുഴുവൻ കൊടുക്കാനുള്ള ആത്മീയത നമ്മുടെ കയ്യിലുണ്ട്. ശരീരത്തെ പറ്റി മാത്രമല്ല നമ്മൾ ചിന്തിച്ചത്, അതിന്റെ അപ്പുറം പല തലങ്ങളെയും പറ്റി ചിന്തിച്ചു. അത്രയും ഉയർന്നവരെ ഇനി കൊണ്ടുപോയി 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കരുത്. PhD തലത്തിൽ നിൽക്കുന്നവരെ ഇനി കൊണ്ടുപോയി 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കരുത്. 1-ാം ക്ലാസ്സിൽ ഒരു പുസ്തകമേ ഉണ്ടാവുള്ളൂ, ഒരു മാഷേ ഉണ്ടാവുള്ളൂ, അല്ലെ, ഒരു ടീച്ചറേ ഉണ്ടാവുള്ളൂ, ഒരു പുസ്തകം ഉണ്ടാവുള്ളൂ. എല്ലാം ടീച്ചർ പറഞ്ഞ പോലെ വേണം. മൂത്രം ഒഴിക്കേണ്ടത് എപ്പോഴാണ്? ടീച്ചർ പറയും മൂത്രം ഒഴിക്കേണ്ടത് എപ്പോഴാണ്? നമ്മൾ PhD, നമ്മൾ 1-ാം ക്ലാസ്സിലല്ല. നമുക്കൊരു പുസ്തകമല്ല ഉള്ളത്. നമുക്കൊരു സർവകലാശാല മുഴുവനുണ്ട്, ഒരു ലൈബ്രറി മുഴുവനുണ്ട്. 1-ാം ക്ലാസ്സിലല്ലാത്തതുകൊണ്ട് കണ്ടോ, ഹിന്ദുക്കൾക്ക് ഒരു പുസ്തകമല്ല, ഒരു ദൈവമല്ല. എല്ലാറ്റിനെയും കാണാൻ, പല പല രൂപങ്ങളിൽ കാണാൻ പോലും ദൈവമാക്കി മാറ്റാൻ കഴിയുന്നവരാണ് നമ്മളെങ്കിൽ, കല്ലിൽ പോലും ഈശ്വരീയത കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സ് മാറ്റാൻ കഴിയും. ജീവനില്ലാത്ത കല്ലിൽ ചൈതന്യം കൊണ്ടിരുന്നില്ലേ? ആ കഴിവ് വെച്ച് എല്ലാവരുടെയും മനസ്സ് മാറ്റാം. ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ, ഇവിടുത്തെ ഭീകരവാദികളുടെ, ഇവിടുത്തെ മതമാറ്റക്കാരുടെ എല്ലാവരുടെയും മനസ്സ് മാറ്റാം.
നല്ലൊരു ഭാവി ഉണ്ട്. മതങ്ങൾ തമ്മിൽ കലഹമില്ലാത്തൊരു നാളുണ്ടാകണം. അതിന് കുഞ്ഞാട് മോഷണം നിർത്തണം. മതങ്ങൾ തമ്മിൽ കലഹമില്ലാത്തൊരു നാളുണ്ടാകണമെങ്കിൽ കുഞ്ഞാട് മോഷണം നിർത്തണം. ദൈവങ്ങളൊന്നും ഇലക്ഷൻ നിൽക്കുന്നില്ല, റഫറൻഡം നടത്തുന്നില്ല. ഓരോരുത്തരുടെയും ഭക്തർ എത്ര നോക്കിയിട്ട് അംഗീകാരം കൊടുക്കാനേ ദേവലോകത്ത് റഫറൻഡൊന്നുമില്ല. അതുകൊണ്ട് ഭ്രാന്തമായ സ്വന്തം ആദർശങ്ങൾ ഭംഗിയായി ജീവിതത്തിൽ പകർത്തുക, മറ്റുള്ളവനിലൂടെയല്ല. യേശു എന്തു പറഞ്ഞു അത് അവനവനിലൂടെ നടത്തുക, അയൽപക്കക്കാരനിലൂടെ നടത്തണ്ട. മുഹമ്മദ് എന്തു പറഞ്ഞു പോത് അവനവനിലൂടെ നടത്തുക, അയൽപക്കക്കാരനെ കൂടി നടത്തണ്ട. ഒരു ഹിന്ദുവിന് എന്തായി ജീവിക്കണം? അത് സ്വയം ജീവിച്ച് കാണിക്കുക. അയൽപക്കക്കാരനെ കൊണ്ട് ജീവിപ്പിക്കാൻ മെനക്കെടണ്ട. അവിടെയാണ് കലഹങ്ങളില്ലാത്ത നാള് വരിക. അല്ല എങ്കിൽ നാളെ അസ്വസ്ഥതകൾ ഉണ്ടായാൽ അതിന് ഉത്തരവാദി ഭരണകൂടം മാത്രമായിരിക്കും. നമുക്ക് ആദ്യം ഭരണകൂടത്തോട് ഇവിടെ നടക്കുന്ന ഇത്തരം നെറികെട്ട മതംമാറ്റ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ടാവും, ഇന്റലിജൻസ് അവരറിയുന്നില്ലേ നടക്കുന്നത്? ഓരോ വീടുകളിൽ ചെന്ന് പറഞ്ഞും പറ്റിച്ചും വഞ്ചിച്ചും കാണിക്കുന്നത് അറിയുന്നില്ലേ? അപ്പോ ഒരു ശരിയായ കാര്യങ്ങൾ സ്വയം ഉൾക്കൊണ്ടുകൊണ്ടല്ല. കാരണം അതിനൊരു ജന്മമൊന്നും പോരാ. ഒരു മതത്തെ പഠിക്കാനൊരു ജന്മമൊന്നും പോരാ. പിന്നെ എങ്ങനെയാ നമ്മൾ ഉൾക്കൊള്ളുക? ഇപ്പൊ ഡൽഹിയില് ഒരു പെൺകുട്ടിയെ ചെറിയൊരു പെൺകുട്ടിയെ ഉപദ്രവിച്ച പ്രതി തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തേത് ചെയ്തതെന്ന് വെച്ചപ്പോ അവര് മദ്യപിച്ചു, രണ്ടുപേര് ചേർന്ന് ബ്ലൂ ഫിലിമും കണ്ടു. അപ്പൊ പിന്നെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാതായിട്ട് ഒരു കൊച്ചുകുട്ടിയെ പിടിച്ചവർ ചെയ്തു. അപ്പൊ ഇതുപോലെ ഒരു CD കണ്ടാലും, ഒരു ലഘുലേഖ വായിച്ചാലും, ഒരു പ്രസംഗം കേട്ടാലും ശരീരത്തിന്റെ ഞരമ്പുകൾക്ക് ചൂട് പിടിച്ച് തെറ്റ് ചെയ്യുന്ന പോലെ ചാടാനുള്ളതാണ് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക്. ആവേശം അടങ്ങിയാൽ തിരിച്ചു കയറാൻ പറ്റുമോ? ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടാം, 10 കോപം കൊണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റുമോ? കമലാസുരയ്യ അനുഭവിച്ചതല്ലേ. അങ്ങോട്ടങ്ങോട്ട് എടുത്തു ചാടി പിന്നെ ഇങ്ങോട്ട് പോരാ വല്ല നിവൃത്തിയുണ്ടോ? പാവമല്ലേ മുസ്ലിങ്ങളെ, ഞാൻ പോന്ന അവര് വിഷമിക്കില്ലേന്നല്ല. ഞാനും എന്റെ കുട്ടികളും എന്റെ സന്തതി പരമ്പര മുഴുവൻ മുച്ചൂട് മുടിയും. അതുകൊണ്ട് ഞാൻ അവിടത്തെ നിലയം കഴിച്ചു പോയതാ ബദ്ധായി തോന്നി. തിരിച്ചു പോരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നിവൃത്തിയില്ല. ഇത്രയും പ്രശസ്തയ്ക്ക് പോലും അങ്ങോട്ട് ചാടാനേ പറ്റൂ, ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ ഓരോ തെറ്റിൽ നിന്ന് മുന്നിലൊരു മുള്ളുണ്ടെങ്കിൽ കാല് മാറ്റി ചവിട്ടാൻ നമ്മൾ പറയണു. അതുപോലെ ഇത്തരം കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അതിൽ മടി വിചാരിക്കരുത്. ഇത്തരം നാട്ടിൽ നടക്കുന്ന അരുതായ്മകൾ മുഴുവൻ അവരിൽ എത്തിക്കണം. സ്വന്തം കുടുംബങ്ങളിൽ അഭിനയം വേണ്ട, സ്വന്തം കുടുംബങ്ങളിൽ കയ്യടി കിട്ടാനുള്ള പ്രസംഗം വേണ്ട. സ്വന്തം കുടുംബങ്ങളിൽ യാഥാർത്ഥ്യമായിരിക്കണം പറയേണ്ടത്. ആ യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഈ സ്വാഭിമാന സഭയിലൂടെ മാവേലിക്കരയുടെയും പരിസര പ്രദേശത്തെയും മുഴുവൻ ഹൈന്ദവ സമൂഹത്തിനും ഉണ്ടാക്കിയെടുക്കും എന്ന പ്രതിജ്ഞയോടെയായിരിക്കണം ഒന്നാം സ്വാഭിമാന സഭയ്ക്ക് കൊടിയിറങ്ങുന്നത്. ഇത് തുടർച്ചയായി വെറുതെ ഇത്തരം സമ്മേളനങ്ങൾ മാത്രമാകരുത്. ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിലെ സ്വാഭിമാനം ഉണ്ടാക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം. സാർ, വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, ഈ വൈകിയവേളയിൽ യോഗസാധാരണ എന്ന നിലയ്ക്കുള്ള പ്രതിജ്ഞ പറയുകയാണ് എന്റെ കർമ്മം. ആദ്യമായി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഈ നാട്ടിലെ തലമുതിർന്ന ഗുരുനാഥനാണ്, ശ്രീ ഗംഗാരപ്പണിക്കർ സാറിന്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഈ സ്വാഭിമാന സഭയുടെ ആദ്യ യോഗം നടത്തുവാൻ സാധിച്ചതിൽ ഞങ്ങൾ ധന്യരാണ്. ആ ധന്യാത്മാവിന് ഈ സ്വാഭിമാന സഭയുടെ പേരിലും ഈ നാട്ടിലെ ഓരോ ഹൈന്ദവ ജനതയുടെ പേരിലുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. രാമൻ നായർ അവറുകളാണ്. അദ്ദേഹം ആ പദവിയിലിരിക്കുന്ന സമയത്ത് മാവേലിക്കരയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി ക്ഷേത്രങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ നടത്തുവാൻ സാധിച്ചു. അതുപോലെ തന്നെ വനഭൂമി, ശബരിമലയിൽ വികസനത്തിന് വേണ്ടിയിട്ട് വനഭൂമി നേടിയെടുക്കുവാനും ഒക്കെ സാധിച്ചു. ആ മഹത് വ്യക്തിക്ക് ഈ യോഗം ഉദ്ഘാടനം ചെയ്യണം, അത് അങ്ങ് വരണമെന്ന് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം സർവാത്മന വരാൻ തയ്യാറാവുകയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ബഹുമാന്യായ അഡ്വക്കേറ്റ് G. രാമൻ നായർ അവർക്ക് എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുവാൻ ഇവിടെ എത്തിച്ചേർന്ന ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ശശികല ടീച്ചറാണ്. ടീച്ചർക്ക് എന്ത് പറഞ്ഞാൽ തന്നെ നമുക്ക് എത്രമാത്രം നന്ദി
ഒട്ടും കൂടുതലല്ല. കൃത്യമായ സമയത്ത് തന്നെ വരികയും നമ്മളെ ഓരോരുത്തരെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മളെല്ലാം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ച ബഹുമാന്യായ ശശികല ടീച്ചറെ ഈ യോഗത്തിന്റെ പേരിലും ഈ നാട്ടിലെ മുഴുവൻ ഹൈന്ദവ ജനതയുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ഇന്നിവിടെ തുടക്കമിട്ട ഹിന്ദു സ്വാഭിമാന സഭയുടെ അതുണ്ടാകാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ വിനോദ് അവർക്ക് സ്വാഭിമാന സഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിലെ സ്വാഗതം ആശംസിച്ച ഈ ഹിന്ദു സ്വാഭിമാന സഭയുടെ ജനറൽ കൺവീനർ ശ്രീ വി അനിൽകുമാറിന് യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ സ്വാഭിമാന സഭയുടെ ചെയർമാനായിരിക്കുന്ന രവിവർമ്മ ചേട്ടന് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീമതി ആനന്ദവല്ലിയമ്മ ഈ സ്വാഭിമാന സഭയിലെ വൈസ് ചെയർമാൻമാരിലൊരാളാണ്. ആ ചേച്ചിക്കും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈശ്വര പ്രാർത്ഥന നടത്തിയ കുമാരി വൃന്ദയ്ക്കും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ഹിന്ദു സഹോദരി സഹോദരന്മാർക്കും അമ്മമാർക്കുമുള്ള സ്വാഭിമാന സഭയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു അഭ്യർത്ഥനകളുണ്ട്. നാളെ ഇതേ സമയത്ത് ഇവിടെ വെച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് എല്ലാമായത് അതിന്റെ എല്ലാമായ ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. ദയവായി എല്ലാ ബഹുമാന്യ വ്യക്തികളും നേരത്തെ തന്നെ എത്തിച്ചേരണമെന്നുള്ള ഒരു അഭ്യർത്ഥന കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരിക ഹിന്ദു സോദര വിരവിലൈക്യ വീതിയിൽ കരളുറച്ചു മാതൃഭൂവിൻ പാദപൂജ ചെയ്യുവാൻ.